ടെസ്റ്റ് ചെയ്യുന്ന ഒരു തിരക്കാണ്. സൗണ്ട് ഒക്കെ കേൾക്കുന്നത് അതുകൊണ്ടാണ്. എങ്കിലും ഇത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. സമയം അല്പം പോലും കളയാതെ എനിക്ക് തന്നിരിക്കുന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു തിരുവചന വേദഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. വളരെ പരിചിതമുള്ള ഒരു വേദവചന ഭാഗമാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും അവനെ നമസ്കരിക്കണം. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്, യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയത്. കർത്താവിന്റെ ശിഷ്യനെ, യേശു കർത്താവിനെ ഏറെ സ്നേഹിച്ച ശിഷ്യനാണ്. യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം കൃപയുള്ളവൻ, കരുണയുള്ളവൻ എന്നൊക്കെയാണ്. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം, സെബദിയുടെ മകനാണ്, സ്വന്തമായി പടവും വലയും ഉണ്ടായിരുന്നു, മീൻപിടുത്തം ഉപജീവനമായിരുന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കി യോഹന്നാനെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയും. അപ്പോൾ യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയപ്പോൾ അവിടെ ആ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം തുടങ്ങുന്ന 4-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആദ്യം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തുടങ്ങുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാ പറയുന്നത്. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. നമുക്ക് വളരെ സുപരിചിതമായ ചില ചിന്തകളാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം യേശു ശമരിയ പട്ടണത്തിൽ കടന്നുപോയ സംഭവങ്ങളും അവിടെ ശമരിയ സ്ത്രീയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കേട്ടിട്ടുള്ള വളരെ പരിചിതമായ ഒരു വേദവചന ഭാഗമാണ്. അവിടെ യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്ന 4-ാം വാക്യത്തിൽ പറയുന്നത്. യേശു ശിഷ്യന്മാരുമായി വിവിധ സ്ഥലങ്ങളിലൂടെ ശുശ്രൂഷയെല്ലാം ചെയ്ത ശേഷം ദീർഘദൂരെ യാത്ര ചെയ്ത് എരിശിലേമിലേക്ക് യാത്ര ചെയ്ത് പോകുന്ന വഴിക്കാണ് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നാ പറഞ്ഞത്. എരിശിലേമിൽ നിന്ന് ഗലീലേക്ക് പോകുന്ന വഴിക്കാ പറഞ്ഞത് കടന്നു പോകേണ്ടി വന്നു. ഇത് യോഹന്നാനാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാനാണ് പറയുന്നത് കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞത്. കടന്നു പോകേണ്ടി വന്നു എന്ന് യോഹന്നാൻ പറയാം. പക്ഷെ യേശു ആണ് പറയുന്നതെങ്കിൽ ഒരിക്കലും കടന്നു പോകേണ്ടി വന്നു എന്ന് യേശു പറയത്തില്ല. കാരണം യേശുവിന് വ്യക്തമായ ഒരു ഉദ്ദേശം ശമരിയ പട്ടണത്തിൽ കടന്നു പോകേണ്ടതും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശമരിയ പട്ടണം എന്താണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ അതിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശമരിയ പട്ടണം എന്ന് പറയുന്നത് 200 വർഷം, ഏകദേശം 200 വർഷം ഇസ്രയേലിന്റെ രാജധാനിയായിട്ടുള്ള, ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ശമരിയ പട്ടണം എന്ന് പറയുന്നത്. വളരെ അപ്പം ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ തലസ്ഥാനം ട്രിവാൻഡ്രം. എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം ആയത്? എല്ലാ രീതിയിലും ഉന്നത നിലവാരം, അത് വിദ്യാഭ്യാസപരം, വാണിജ്യപരം, വ്യവസായപരം, സാമ്പത്തികപരം, എല്ലാ രീതിയിലും ഉന്നത നിലവാരമുള്ള ഒരു സ്ഥലമാണ് ശമരിയ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ തലസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ശമരിയ പട്ടണം തലസ്ഥാനമാകണമെങ്കിൽ ശമരിയ പട്ടണത്തിന് ഒത്തിരി യോഗ്യതകളുണ്ടായിരുന്നു. സമ്പന്നമായ രാജ്യമായിരുന്നു. ഒത്തിരി ഉന്നതമായ സാമ്പത്തിക സ്ഥിതിയും സമ്പന്നതയും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു ശമരിയ എന്ന് പറയുന്നത്. എന്നാൽ 200 വർഷം, ഏകദേശം 200 വർഷം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ മാത്രമല്ല ശമരിയ പട്ടണത്തിൽ കൂടെ ഇസ്രയേലിനെ ശമരിയ പട്ടണവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു രാജപാത അവിടെ ഇന്നും സ്ഥിതി ചെയ്യുന്നുണ്ട്. രാജപാത ഇപ്പോഴും ഉണ്ട്. ആ രാജപാത വ്യവസായങ്ങൾക്കും വാണിജ്യങ്ങൾക്കായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും യഹൂദന്മാർ യാത്ര ചെയ്യാനും അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഒരു രാജപാതയാണത്. മാത്രമല്ല പലസ്തീനിലെ 3 ജില്ലകൾ എന്ന് പറയാം: ഇസ്രയേല്, ശമരിയ, ഗലീല. ഇങ്ങനെ യഹൂദ, ശമരിയ, ഗലീല, അങ്ങനെ 3 സ്ഥലങ്ങളാണുള്ളത്. എന്നാൽ അവിടെ ഈ 3 സാധാരണയായിട്ട് ഗലീലയിൽ നിന്ന് ഇസ്രായേൽ രാജ്യത്തിലെ അല്ലെങ്കിൽ യെരുശലേമിൽ ആരാധനയ്ക്ക് ജനങ്ങൾ പോകുന്നത് ഈ സ്വാഭാവികമായിട്ടുള്ള രാജപാതയായ ശമരിയ പട്ടണത്തിലൂടെയാണ്. തിരിച്ച് യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗലീലയിലേക്ക് പോകുന്നതും ഈ ശമരിയയിൽ കൂടി കടന്ന്. എന്നാൽ ചരിത്രം പഠിച്ചു കഴിയുമ്പോഴത്തേനും ദീർഘനാളുകൾ ജനങ്ങൾ ശമരിയ പട്ടണത്തിലേക്ക് യഹൂദന്മാർ കടക്കാതെ, യെരുശലേമിലേക്ക് പോകണമെങ്കിലോ ഗലീലയിലേക്ക് പോകാത്തവർ ശമരിയയിൽ കൂടെ കടക്കാതെ ശമരിയെ വളരെ അറപ്പോടെ വെറുപ്പോടെ മാറ്റി നിന്നൊരു കുറേ കാലങ്ങളുണ്ടായിരുന്നതിന് കാരണം ശമര്യര് അന്യാരാധനയിലേക്ക് തിരിഞ്ഞു. അന്യദൈവത്തിലേക്ക്. യഹൂദന്മാരായിരുന്നു ശമര്യർ, അന്യദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു. അതിന് കാരണം 14 നാട്ടുരാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ശമരിയ എന്ന് പറയുന്നത്. ഒമ്രി മുതൽ ഹോശേയ വരെയുള്ള നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ കീഴിൽ കൂടെ വന്നപ്പോഴത്തേനും
ഈ ശമരിയ പട്ടണം എന്ന് പറയുന്ന അന്യ ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവർ അകന്നു. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇവർ അകന്നു കഴിഞ്ഞപ്പോഴത്തേനും യഹൂദന്മാർ ഇവരുമായിട്ടുള്ള സകല ബന്ധവും വിട്ടുകളഞ്ഞു. ഇവർ അന്യ ആരാധനയിലേക്ക് തിരിഞ്ഞപ്പോൾ ശമര്യരുമായിട്ടുള്ള സകല ബന്ധവും യഹൂദന്മാർ വിട്ടുകളഞ്ഞു. അതുകൊണ്ടാ ഇവര് പറയുന്നുണ്ട് ശമര്യരെ അറയ്ക്കപ്പെട്ടതാണ്, അവര് ശമര്യരെയും കണി കാണാൻ അവരുമായിട്ട് ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞ് ശമരിയ ജാതിയെ വെറുക്കപ്പെട്ട് അറക്കപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു സ്ഥലത്ത് ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ മ്ലേച്ഛകരമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ് ശമര്യർ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ കുറെ കാലത്തേക്ക് യഹൂദന്മാർ യാതൊരു രീതിയിലും ശമര്യരുമായിട്ട് ബന്ധമില്ലാതിരുന്ന ഒരു സമയത്താണ് യേശു ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എന്നവിടെ എഴുതിയത്. അപ്പോൾ മനുഷ്യൻ മാറ്റി നിർത്തിയ, സമൂഹം മാറ്റി നിർത്തിയ, ഒരു രീതിയിലും സഹകരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരു രീതിയിലും അവിടെ ദൈവപ്രവൃത്തി ഇനി കാണുകയില്ല എന്ന് പറയുന്ന ഒരു ജനതയുടെ അടുത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അധപ്പതനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു കാലത്ത് ഇസ്രായേലിന്റെ രാജധാനിയായിരുന്ന ശമരിയ പട്ടണം അവർ അന്യാരാധനയിലേക്കും അന്യ ദൈവ സേവയിലേക്കും പോയി കഴിഞ്ഞപ്പോഴത്തേനും ദൈവം അതിനെ ഉപേക്ഷിച്ചു, ദൈവം അതിനെ തകർത്തു കളഞ്ഞു. അവരുടെ ഉന്നത ഭാവവും അവരുടെ എല്ലാ ഭാവങ്ങളും മാറി എന്നുള്ളത്. അതുകൊണ്ടാ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, അവരെ വേഗത്തിൽ കീർക്കളയുമേ. യഹോവ മറന്നു കഴിഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ അകന്നു കഴിഞ്ഞാൽ, നമുക്ക് ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയുകയില്ല എന്നാണ് ശമരിയുടെ അധപ്പതനത്തെ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ ഉയർച്ചയിലൂടെ കടന്നു പോയാലും, വിദ്യാഭ്യാസപരമായിരിക്കാം, ആത്മീയമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, എന്ത് രീതിയിലാകട്ടെ, പക്ഷേ നമ്മൾ ഏതൊക്കെ സ്ഥിതി ചെന്നാലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നമുക്ക് മാറ്റം ഉണ്ടാകരുത് എന്നാണ് ഈ ശമരിയുടെ അധപ്പതനത്തെ കാണിക്കുന്നത്. പിന്നെ അവിടെ കാണിക്കുന്നുണ്ട്, യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു പറഞ്ഞ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ട്. എന്നാൽ പിന്നെ അവിടെ കാണിക്കുന്നുണ്ട്, യേശു കടന്ന് അവിടെ ചെന്നപ്പോഴത്തേനും സമയം അനുകൂലമല്ല. കാരണം ഉച്ചയ്ക്ക് 12 മണി എന്ന് പറയുന്നുണ്ട്. 12 മണി സമയമാണ്. പിന്നെ പറയുന്നുണ്ട് യേശുവിന് ദാഹിച്ചു, യേശു അവിടെ കണ്ട ഒരു ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ വിശദീകരണം നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം വായിച്ചു വരുമ്പോഴത്തേനും കാണുന്നുണ്ട്. അപ്പം ഒരു കാര്യം ഉറപ്പുണ്ട്, യേശു ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള ഉറപ്പാ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അവഗണിച്ച, മനുഷ്യൻ മാറ്റി നിർത്തിയ, മനുഷ്യന് സഹകരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഏതൊക്കെ മേഖലയുണ്ടോ അവിടേക്കെല്ലാമാ യേശു കടന്നു ചെന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തില്, നമ്മുടെ കുടുംബത്തില് മറ്റുള്ളവർക്കൊന്നും ഒരു പ്രത്യേകതയും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നത്. യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിന്റെ സന്നിധിയിലേക്ക് വരുവാനും ഈ കർത്താവിനെ രുചിച്ചറിയാനും യേശു നമ്മുടെ ജീവിതത്തിൽ വരാനും ഉണ്ടായ കാരണം എന്താ? മറ്റുള്ളവർ നമ്മെ മാറ്റി നിർത്തിയപ്പോൾ, മറ്റുള്ളവർ നമ്മെ അവഗണിച്ചപ്പോൾ, ആർക്കുമില്ലാത്ത ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാതിരുന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില വേദനകളിലൂടെ നമ്മൾ കടന്നു പോയപ്പോഴാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറെ വേദനകൾ അനുഭവിക്കുന്ന, ഏറെ നിരാശകൾ അനുഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവരെക്കാൾ അധികമായി നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? നമുക്ക് വിഷമങ്ങളുണ്ടോ? ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ജീവിതത്തിൽ യേശു കടന്നു വന്നിട്ടുണ്ട്. യേശു കടന്നു വരും, നമ്മളെ കാണും. അങ്ങനെയെങ്കിൽ ഈ ശമരിയ പട്ടണത്തിൽ യേശു ചെന്നതിന്റെ ഉദ്ദേശം എന്താ? അവിടെ പറയുന്നുണ്ട്, നട്ടുച്ച സമയമാ, 12 മണി സമയം. ആരും, ഒരു യഹൂദനെ സംബന്ധിച്ച് ആ സമയത്ത് വെള്ളം കോരാൻ ആരും വരത്തില്ല. ആ സമയത്താണ് യേശു അവിടെ കടന്നു ചെല്ലുന്നത്. അപ്പൊ സമയം അവിടെ അനുകൂലമല്ല. യേശു അങ്ങനെ പോകുമ്പോൾ സുഖാർ എന്നൊരു പട്ടണത്തിലെ യോസേഫിന് കൊടുത്ത നിലവോ യാക്കോബിന്റെ ഉറവെന്നൊക്കെ പറയുന്നത്. പക്ഷെ പറയുന്നുണ്ട്, യേശു വഴി നടന്ന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന് ശാരീരിക ക്ഷീണമുണ്ടായി. അടുത്തത് പറയുന്നുണ്ട്, അവന് ക്ഷീണിച്ചിട്ട് ഏകദേശം 6 മണി നേരം എന്ന് പറഞ്ഞാൽ അത് ഉച്ചയ്ക്ക് 12 മണി സമയമാണ്. അവിടുത്തെ 12 മണി സമയമാണ് 6 മണി സരംഭ സമയം എന്ന് പറയുന്നത്. അപ്പൊ യേശുവിന് ക്ഷീണം വന്നു. യേശുവിന് സമയം അനുകൂലമല്ല, സാഹചര്യം അവിടെ അനുകൂലമല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് യാതൊരു സാഹചര്യങ്ങളും ഒരു പക്ഷെ ഉണ്ടായെന്ന് വരത്തില്ല. ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് അയക്കട്ടെ, നമ്മളൊരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിലാകട്ടെ, സാഹചര്യം നമുക്ക് അനുകൂലമായിരിക്കില്ല, സമയം നമുക്ക് അനുകൂലമായിരിക്കില്ല, ശാരീരിക ക്ഷീണം ഉണ്ടായിരിക്കാം. ഞങ്ങളൊക്കെ പരസ്യയോഗത്തിന് പോകുന്നു,
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കൊക്കെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ശാരീരിക ക്ഷീണം ഉണ്ടാകാറുണ്ട്. ഒത്തിരി സമയം അവിടെ അനുകൂലമല്ല, സാഹചര്യം ഒന്നും അവിടെ അനുകൂലമല്ല. പക്ഷേ ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. യേശുവാണ് ഞങ്ങളോട് അവിടെ പോകാൻ പറഞ്ഞത്. കർത്താവ് കടത്തിവിടുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും സാഹചര്യങ്ങളെയോ സമയങ്ങളെയോ നമ്മുടെ ശാരീരികമായ ക്ഷീണങ്ങളെ ഒന്നും നോക്കി നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില മേഖലകൾ ദൈവത്തിന് വ്യക്തമായ പ്ലാനുകളുണ്ട്. ചില വേദനകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില നിരാശകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചില പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞൊരു വാഗ്ദത്തം എന്താ? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞാണ് അവർക്ക് വാഗ്ദത്തം കൊടുത്ത അവരെ ഇറക്കിയത്. 400 വർഷം അവിടുത്തെ അടിമത്തത്തിൽ കിടന്ന്, ഭരണത്തിൽ കിടന്ന്, അവരുടെ കഷ്ടതയിലും തീച്ചൂളയിലും കിടന്നിട്ട് ദൈവത്തിന്റെ വിളി കേട്ട് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ പുറപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പല പ്രാവശ്യം ദൈവത്തോടും മോശയോടും ഒക്കെ പിറുപിറുക്കുക. ഞങ്ങൾക്ക് കഴിപ്പാനില്ല, ഭക്ഷിപ്പാനില്ല, ഇറച്ചിയില്ല, ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ദൈവം അവരെ സമയാസമയം ഇതെല്ലാം കൊടുത്ത് കൊടുത്ത് ദൈവം പരിപോഷിച്ച് അവരെ കൊണ്ടുവരിക. പക്ഷേ ഇവർക്ക് ഇവരുടെ ലക്ഷ്യം കനാൻ ദേശത്തിൽ എത്തുക എന്ന, ദൈവം പറഞ്ഞു വാഗ്ദത്തത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാം ലക്ഷ്യം അതാ. നമ്മളെ വിളിച്ചിറക്കിയപ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടായിരിക്കും നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞത്, ഈ ദൈവസന്നിധിയിലേക്ക് വന്നത്. എന്തെങ്കിലും ഒരു ദൂത് കേട്ടിരിക്കാം, ഒരാലോചന കേട്ടിരിക്കാം, നിനക്ക് സമാധാനം തരും, അല്ല നിന്നെ അങ്ങോട്ട് ദൈവം എത്തിക്കും, നിങ്ങൾക്ക് കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ വരും എന്നൊക്കെ പറഞ്ഞൊരു വാഗ്ദത്തം നമ്മുടെ തലമേൽ വീണത് കൊണ്ടാണ് നാം ആ ഒരു സിറ്റുവേഷനിൽ കർത്താവിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ യാത്ര ചെയ്ത് ഈ കർത്താവിനെ രുചിച്ചറിഞ്ഞ് യാത്ര തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിക്കുന്നത്. നാം സമാധാനത്തിന് വേണ്ടിയും ആശ്വാസത്തിന് വേണ്ടി ആ ദൈവത്തിന്റെ വിളി കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ പലപ്പോഴും അതിന് വിപരീതമായി നാം വ്യത്യസ്ത മേഖലയിലൂടെ ദൈവം നമ്മെ കടത്തിവിടാറുണ്ട്. അങ്ങനെ തന്നെ ഇസ്രായേൽ ജനം ഈ യാത്ര വാക്ക് കേട്ട് കനാൻ എന്ന ലക്ഷ്യമായി ഇവർ നടന്നു നീങ്ങിയപ്പോൾ ആദ്യം ഇവർ അഭിമുഖീകരിച്ച പ്രതിസന്ധി എന്ന് പറയുന്നത് മുന്നിലെ ചെങ്കടല. ഈ ചെങ്കടൽ എങ്ങനെ കടക്കുമെന്ന് ഓർത്തു നോക്കി. ഏകദേശം 20-25 ലക്ഷം ജനങ്ങളാ നിരന്നു വരുന്നത്. മുൻപിൽ ചെങ്കടല്, പുറകിൽ കാണുക ഫറവോനും സൈന്യവും പിന്തുടരുക. ഈ രണ്ട് പ്രശ്നത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മധ്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയോടും ദൈവത്തോടും നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കി. 25 ലക്ഷം ജനം എന്ന് പറഞ്ഞാൽ ആ ജനത്തിന്, ഞാൻ വിശ്വസിക്കുന്നു പുറകെ വരുന്ന ജനത്തിന് ഒരിക്കലും മുൻപിലെ ചെങ്കടലിനെ കാണാൻ കഴിയുകയില്ല. മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും പുറകെ പാഞ്ഞു വരുന്ന ഫറവോനെയും സൈന്യത്തെയും കാണാൻ പറ്റത്തില്ല. അതായത് ഈ 25 ലക്ഷം ജനങ്ങൾ പോകുമ്പോൾ ഇവരിൽ മുന്നിൽ നിൽക്കുന്ന ഏകദേശം ജനങ്ങൾക്ക് മാത്രമേ ആ ചെങ്കടൽ കാണാൻ കഴിയുകയുള്ളൂ. പുറകിലുള്ളവർക്ക് മാത്രമേ പുറകിൽ നിന്ന് ശത്രുവിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഉന്നതത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. അതായത് നമ്മുടെ പുറകിൽ വരുന്ന ശത്രുവിനെയും നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധിയെയും ഒരുപോലെ കാണുന്ന, ഉന്നതത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വിഷയത്തില് പ്രിയ സിസ്റ്ററെ, നമ്മൾ ഇപ്പോൾ എന്താണ് അഭിമുഖീകരിക്കുന്നത്? നമുക്ക് ചില പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടാകാം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മെ പുറകെ പിന്തുടർന്ന് വരുന്ന ചില ശക്തികളും ഉണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ പ്രശ്നത്തിന്റെ മധ്യത്തിൽ വിട്ടിട്ട് ദൈവം നമ്മെ തകർക്കുവാനല്ല, ഉന്നതത്തിൽ ഇരുന്ന് കാണുന്ന ഒരു ദൈവം. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മെ തനിച്ചു വിട്ടിട്ട് നമ്മെ തകർക്കുവാനല്ല, ഇന്ന് പകൽ ദൈവം പറയുക, നമ്മെ തളർത്തുവാനല്ല ദൈവം ചില പ്രതികൂലങ്ങളിലൂടെ നമ്മെ കടത്തിവിടുന്നത്. വൈഡൽ പ്രൗഢരഗത്തിനി അന്ധലാരിഗത്തിനി വൈഡ ജുനബലഘടക ശന്തൽ പ്രൗഢാരിഗന്ധനാദര ഘടകം വൈഡരൂധര ഘടകൽ കപാല ഘടക ജനാദ്യാം ധേരിബാലര ഘടകം വൈഡൽ പ്രൗഢാരക ശന്തരെ. യേശുവിന്റെ നാമത്തിൽ ചില പ്രതിസന്ധികൾ തകർക്കുവാൻ പുറകെ വരുന്ന, നാം അറിയാതെ തന്നെ നമ്മെ തകർക്കുവാൻ പുറകെ പിന്തുടർന്ന് വരുന്ന ചില ശക്തികളുണ്ട്. എന്നാൽ നാം പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. ഇതിന്റെ രണ്ടിന്റെ മേൽ നിന്ന് ഞെരുങ്ങുന്ന ചിലരോട് ഇന്ന് ദൈവാത്മാവ് പറയുക, ഉയരത്തിൽ നിന്ന് കാണുന്ന ഒരു ദൈവം ഇന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തും. ഇന്ന് ദൈവം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. നമ്മെ വഴിയിൽ വെച്ച് തകർക്കുവാനല്ല. ഏത് പ്രശ്നമാണോ നമ്മുടെ മുന്നിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്, അത് നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും. എന്നാൽ ഇന്ന് പറയുക, ഉയരത്തിൽ നിന്ന് കാണുന്ന ദൈവം നമ്മെ വിളിച്ചതൊരു വാഗ്ദത്തത്തിലേക്കാണെങ്കിൽ പകുതി വഴിയിൽ നമ്മെ തകർക്കയില്ല. ആ
വിഷയത്തിൽ ദൈവം മറുപടി തരും. അവിടെ നോക്കിയേ, ദൈവം മോശയോട് പറയാ, കയ്യിലിരിക്കുന്ന വടി നീട്ടിയിട്ട് ചെങ്കടലിനെ വിഭാഗിക്കുക എന്നാ പറഞ്ഞത്. എന്നാൽ ഈ ചെങ്കടലിനെ വിഭാഗിച്ചത് എങ്ങനെ? അവിടെ പറയുന്നുണ്ട്, യഹോവ മഹാശക്തിയുള്ള ചില കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച്, മഹാശക്തിയുള്ള ഒരു കാറ്റിനെ അടുപ്പിച്ച് വെള്ളത്തെ, ചെങ്കടലിനെ, ഏകദേശം 5-6 കിലോമീറ്റർ ആഴം വരുന്ന ചെങ്കടലിനെ, കടലിനെ കാറ്റടിപ്പിച്ചുകൊണ്ട് ഇതിനെ വിഭാഗിച്ചിട്ട് ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനത്തെ, ഈ 30 ലക്ഷത്തിനെയും അക്കരെ കടത്തി എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവിടെ നോക്കിക്കേ, ഈ 30 ലക്ഷം ജനം എന്ന് പറയുന്നത് ഒന്നും രണ്ടും ജനമല്ല, 30 ലക്ഷം ജനം കടന്നു പോകുന്നത് ഒരു വെള്ളം ചിറ പോലെ നിന്നു. കാറ്റ് ശക്തമായിട്ട് അന്നേരം അടിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, അവിടെ ആബാലവൃദ്ധം ജനവാ ചെങ്കടലിന്റെ മധ്യത്തിലൂടെ നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ളവർ വരെയാ ഈ കടലിന് നടുവിലൂടെ നടന്നു പോകുന്നത്. എന്നാൽ ഈ കാറ്റടിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും പറന്നു പോയതായിട്ട് നാം കാണുന്നില്ല. ഈ കാറ്റടിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും മരിച്ചു വീണതായി നമ്മൾ അവിടെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാറ്റുകൾ അടിപ്പിക്കുന്നത്, ചില പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ നാം ഓർക്കും ആ കാറ്റിൽ നാം തകരുമെന്ന്. എന്നാൽ ചില കാറ്റുകളെ ദൈവം അടുപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മെ തകർക്കുവാനല്ല, നമ്മുടെ മുന്നിലെ ചില പ്രതിസന്ധികളെ ഈ കാറ്റ് മുഖാന്തരം, കാറ്റടിച്ച് ദൈവം ഇതിനെ മാറ്റിയിട്ട്, എന്നാൽ ഈ കാറ്റിൽ നമ്മൾ തകർന്നു പോകുകയില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആരും തകർന്നു പോകുകയില്ല. പ്രതീക്ഷിക്കാത്ത ചില കാറ്റുകൾ നമ്മുടെ പടകിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിന്മേൽ അടിക്കുന്ന ചില കാറ്റുണ്ടല്ലോ, ഇത് നമ്മെ പറത്തിക്കളയുവാനല്ല, നമ്മെ തകർത്ത് കളയുവാനല്ല, ചില പ്രതിസന്ധികളെ വേഗത്തിൽ മാറ്റുവാനാ, ചില പ്രതിസന്ധികളെ വേഗത്തിൽ മാറ്റുവാനാ. അങ്ങനെയെങ്കിൽ ഈ കാറ്റടിച്ച് എന്റെ പടക് തകരുമെന്നോ, എന്റെ ജീവിതം തകരുമോ എന്നോർത്ത് നിരാശപ്പെടുവാനല്ല നമ്മെ വിളിച്ച ദൈവം. നോക്കിക്കേ, അവരെ അക്കരെ എത്തിക്കുമാറാക്കി, അവരെ അക്കരെ എത്തിക്കുമാറാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പറയുന്നു, ചില വിഷയങ്ങളെ കണ്ട്, ചില പ്രശ്നങ്ങളെ കണ്ട് നാം നിരാശപ്പെടരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ സാക്ഷ്യം പറഞ്ഞതാ. ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നത് 3-4 വിഷയമായിട്ട്. എന്റെ ഹസ്ബൻഡിന്റെ വെള്ളവടി മാറണം, സമാധാനമായിട്ടുള്ള ഉറക്കം കിട്ടണം, നല്ല ആഹാരം കഴിക്കണം, ഉറക്കം കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു 3-4 ചിന്തകളും ആവശ്യങ്ങളുമായിട്ടാണ് എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ നിലവിളിച്ച് ഓടി വന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട്. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തോട് ചോദിക്കുന്ന വിഷയമാ. എന്നാൽ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നാം ഉള്ളിൽ ചിന്തിക്കുന്ന, മറ്റാരോടും പറയാതെ, പുറമേ പറയാതെ, നാം ഉള്ളത്തിൽ ചിന്തിച്ച് ദൈവത്തോട് മാത്രം പറയുന്ന ചില രഹസ്യവാ നനയ്ക്കുക എന്ന് പറഞ്ഞത്. ഇതിന് രണ്ടിനും കർത്താവ് മറുപടി തരും. അങ്ങനെയെങ്കിൽ പ്രിയ ബിനി സിസ്റ്ററെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, നമ്മൾ ചോദിക്കുന്ന വിഷയത്തിനും ദൈവം മറുപടി തരും. നാം നനയ്ക്കുന്ന വിഷയത്തിനും, ആരോടും പറയാതെ ഈ നാളുകളിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന, മനസ്സിൽ വേദനയോടുകൂടി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ദൈവം മറുപടി തരും. ഞാൻ പറഞ്ഞതിന്റെ സാരം, അങ്ങനെ കുറച്ച് വിഷയങ്ങളുമായി മാത്രം ഞാൻ എന്റെ ദൈവസന്നിധിയിൽ വന്നതാ. പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ പടകിന് നേരെ അടിച്ചു. തകർന്നു പോകുമെന്ന് കരുതി പടക് തകർന്നു, ഇനി രക്ഷയില്ല. പ്രിയപ്പെട്ടവന്റെ അമിത മദ്യപാനം, ജീവിതത്തിലെ സമാധാനമില്ലായ്മ, ആത്മഹത്യ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയ അനവധി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഈ കാറ്റടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞങ്ങളെ തകർത്ത്, ഞങ്ങളുടെ പടകിനെ ഉലച്ച്, അടച്ച്, ഒലച്ച് ഞങ്ങളെ തകർക്കുവാൻ വരുന്ന കാറ്റാ, പ്രതിസന്ധിയുടെ കാറ്റാണ്. എന്നാൽ പിന്നീട് എന്റെ ജീവിതത്തിൽ ഇന്ന് തിരിയുമ്പോൾ, ഇനി തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, ഈ കാറ്റടിപ്പിച്ച് ഞങ്ങളെ തകർക്കുവാനല്ല, ഞങ്ങളെ പുറത്തു കൊണ്ടുവരുവാനായിരുന്നു, ഞങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ്. ഇന്ന് എന്റെ ഹസ്ബൻഡ് ഒരു പാസ്റ്ററാണ്. എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവിന് വേണ്ടിയൊക്കെ നിൽക്കുന്നു. അവരെ വിദ്യാഭ്യാസത്തോടൊപ്പം കർത്താവിന് വേണ്ടി നിൽക്കുന്നു. എനിക്കും പറ്റാവുന്നത് പോലെയൊക്കെ ഞാൻ കർത്താവിന്. അപ്പൊ നോക്കിയേ, ചില കാറ്റ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതയാത്രയിൽ അടിക്കുമ്പോൾ നാം ഓർക്കും ആ കാറ്റ് വന്ന് നമ്മെ അടിച്ച് തകർത്ത് കളയുമെന്ന്. എന്നാൽ നമ്മുടെ പ്രാണന് കേടുവരാതെ, അവിടെ നോക്കി, ഒരു കുഞ്ഞിന് പോലും കേടുവരാതെ ഇസ്രായേൽ ജനത്തെ മറുവശത്തെത്തിച്ച ദൈവം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധിയെ, ആരോടും പറയാത്ത ചില വേദനാകരമായ ചില വിഷയത്തെ നമ്മെ തകർക്കുവാനല്ല, ദൈവം നമ്മെ അക്കരെ എത്തിക്കും, ദൈവം നമ്മെ അക്കരെ എത്തിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ഉറച്ചു വിശ്വസിക്കുക, ഈ കർത്താവ് നമ്മെ തകർക്കുകയല്ല. വൈഡരൂധല ഘടകം വൈഡൽ പ്രൗഢാരിഗംധിരി ഉടജുന ദുരിബി കപാല ഘടക ശാന്തലാരിഗബ്ധിനി വൈഡഭൂല രാധര ഘടകം ജന, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന
വചനം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോൾ ഈ ദൈവജനത്തെ അക്കരെ കടത്തുമെന്ന് പറഞ്ഞ ദൈവം ചില വാഗ്ദത്ത വിഷയത്തിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞത്, നമ്മെ നയിക്കാമെന്ന് പറഞ്ഞതിന്റെ ദൂതിലേക്ക് ദൈവം നമ്മെ വേഗത്തിൽ കടന്നു കയറ്റും. അതുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. പ്രിയപ്പെട്ടവരെ, വചനം വിശ്വസിക്കുമ്പോൾ അവരുടെ മേൽ വ്യാപരിക്കുക എന്ന്, അതായത് ഒഴുകി നിറയുക, സ്പ്രെഡ് ചെയ്യുക. എവിടേക്കാണോ വിശ്വാസത്തിന്റെ തലങ്ങൾ നമ്മിലേക്ക് കയറേണ്ടത്, വചനം വിശ്വസിക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ തലം നമ്മളിലേക്ക് വ്യാപരിച്ചുകൊണ്ട് എവിടേക്കാണോ അവിശ്വാസം മൂലം നമ്മുടെ വാഗ്ദത്തം കുറഞ്ഞു പോയത്, ചിലപ്പോൾ നാളെ നടക്കേണ്ടുന്ന ഒരു വിടുതല, പക്ഷെ നമ്മുടെ അവിശ്വാസവും പിറുപിറുപ്പും മൂലം ദൈവം അത് പിന്നെയും നീക്കി. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ ഉഴലേണ്ട കാര്യമില്ല, നിസ്സാര ദിവസങ്ങൾ കൊണ്ട് അവർക്ക് അക്കരെ എത്താമായിരുന്നു കനാൻ നാട്ടിൽ. എന്നാൽ ഇവരുടെ അവിശ്വാസവും പിറുപിറുപ്പുമാ ഇവരെ ഇങ്ങനെ ചുറ്റി ചുറ്റി നടത്തിയത്. അതായത് അവിശ്വസിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തിന്റെ സമയത്തിന് താമസം വരും. എന്നാൽ വചനം പറയുമ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന, ദൂത് പറയുമ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയാ പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഒരുപക്ഷെ ഈ സൂമിൽ നമ്മൾ വിരലിൽ എണ്ണാവുന്ന പേർ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നത്തെ വചനം എനിക്കാണ്, ഇന്ന് സംസാരിക്കുന്ന വചനം എനിക്കാണ്, ഈ വചനം എന്നോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ വചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെടും. വചനം ശക്തിയോടെ വെളിപ്പെടും. അതുകൊണ്ട് പറയുക, വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. വചനം നമ്മുടെ മേൽ ക്രിയ ചെയ്യും. ദൈവ പ്രവൃത്തിയായിട്ട് അത് വെളിപ്പെടും. വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുക. ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ചില അവിശ്വാസത്തിന്റെ മേഖലകൾ മാറിപ്പോയിട്ട് അങ്ങനെ സംഭവിക്കുമോ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കുമോ എന്നുള്ള ഒരു അവിശ്വാസം മാറ്റിവെച്ചിട്ട് കർത്താവ് എന്താണ് നമ്മളോട് പറഞ്ഞത് അത് നമ്മുടെ മേൽ നിവർത്തിക്കുമെന്ന്, അതാ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാ പറഞ്ഞത്. അതായത് ദൈവം എന്താണോ പറഞ്ഞത് അത് നമ്മുടെ മേൽ ഫലിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ചില കാറ്റുകൾ നമ്മെ തകർക്കുവാനല്ല, ഇവരെ അക്കരെ കടത്തി, അക്കരെ എത്തിച്ച്, ഇവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവരെ അക്കരെ എത്തിച്ചു. മാത്രമല്ല, ദീർഘവർഷങ്ങൾ ഇവരെ പീഡിപ്പിച്ച, ഇവരെ അടിമയാക്കി വെച്ച ഫറവോനെയും സൈന്യത്തെയും എന്തിനാ ദൈവം ഇസ്രായേൽ ജനത്തെ ഇത്രയും പാടുപെട്ടൊക്കെ ദൈവത്തിന് ഇപ്പുറം കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു? എന്നാൽ നോക്കിക്കേ, ഇവര് കാണണം, ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ഫറവോനെയും സൈന്യത്തെയും എന്നേക്കുമായി ദൈവം വെള്ളത്തിൽ മുക്കി കൊന്നു. കാരണം ഇവർ വിശ്വസിക്കണം, ദീർഘനാളുകൾ ഇവരെ പിന്തുടർന്ന് വന്ന ശക്തി ഇനി ഇവരെ പിന്തുടരില്ല എന്ന് ഇവർ കാണണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുവോ? നമ്മൾ ഒത്തിരി വിഷയത്തിൽ നിന്ന് കടന്നു വന്നവരാ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് മാറിപ്പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് പിന്നെയും പിന്നെയും പിന്തുടരുന്നത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് മറുപടി തരാത്തത് എന്ന് ചോദിക്കുകയല്ല, ഇന്ന് വിശ്വസിക്കുക. നമ്മുടെ കൺമുന്നിൽ തന്നെ ദൈവം അത് കാണിക്കും. ദൈവം അത് കാണിക്കാനാ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകാനാണ് ഇങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് എന്നേക്കുമായി നമ്മെ പിന്തുടർന്ന് വരുന്ന ചില ശക്തികളെ, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി, നമ്മുടെ വാഗ്ദത്തത്തിന് തടസ്സമായി, നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തരാതെ താമസിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നോക്കിയേ, വെള്ളം വന്ന് മൂടിപ്പോയെന്നാ പറഞ്ഞു, വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി അത് മേലിൽ പൊങ്ങി വരികയില്ല. ഇനി അത് മേലിൽ പൊങ്ങി വരികയില്ല. അത് അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ നശിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വാഗ്ദത്ത വചനം വിശ്വസിക്കുമ്പോൾ നാളുകളായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ ചില വാഗ്ദത്ത വിഷയത്തിന് താമസം നേരിട്ടുകൊണ്ടിരുന്ന ചില ഫറവോന്യ ശക്തികളെ ഇന്ന് പകലിൽ ദൈവം അത് നാം വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇനി അത് നമ്മെ പിന്തുടരുകയില്ല. എന്നേക്കുമായി ദൈവം അതിനെ വെള്ളത്തിൽ മുക്കി, നമ്മുടെ മുന്നിൽ തന്നെ വെള്ളത്തിൽ മുക്കി അതിനെ ദൈവം എന്നേക്കുമായി ഇല്ലാതാക്കും. അതുകൊണ്ട് യേശു കർത്താവ് പറയുന്നുണ്ട്, ആ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്നാ. അപ്പോൾ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ എന്താ? വേര് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് മുളച്ചു വരും. എന്നാൽ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ ഇനി അതിൽ നിന്നൊരു കിളിർപ്പ് ഉണ്ടാകിയില്ല എന്ന അർത്ഥം. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നോക്കി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏത് ശക്തിയാണേലും, എത്ര വലിയ ശക്തിയാണേലും നിങ്ങൾ വിശ്വാസത്തോടെ അതിനെ കൽപ്പിച്ചേ, വിശ്വാസത്തോടെ കൽപ്പിച്ചേ. പഴയ നിയമകാലത്ത് ദൈവം പറഞ്ഞൊരു കാര്യമാ,
ദൈവമക്കളോട് പറഞ്ഞ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. കാരണം ദൈവത്തിന്റെ സഹായം വേണമായിരുന്നു അന്ന് ഭക്തന്മാർക്ക് ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി. എന്നാൽ പുതിയ നിയമ ഭക്തര് നോക്കി യേശു പറയുക, വിശ്വാസത്തോടു കൂടി ഈ മലയെ നോക്കി മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏത് പ്രശ്നത്തെയും പുതിയ നിയമ ഭക്തരായ നമ്മിൽ ആഴത്തിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അതിനോട് മാറാൻ പറഞ്ഞാൽ മാറുമെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ചില പ്രശ്നത്തെ നോക്കി നാം വിശ്വാസത്തോടുകൂടി കമാൻഡ് ചെയ്യണം. ആ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞ അങ്ങനെ തന്നെ പോകുമെന്നാ പറഞ്ഞത്. ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടു പോക എന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പറയുക, നമ്മൾ തന്നെ പറയണം, വിശ്വാസത്തോടു കൂടി തന്നെ പറയണം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ വിഷയം ഇതാ, ദൈവജനത്തെ ദൈവം അക്കരെ കടത്തുമാറാക്കി. പറഞ്ഞതിന്റെ കാര്യം, ചില വിഷയത്തിലൂടെ നമ്മെ ദൈവം കടത്തിവിടുന്നത് നമ്മെ തകർക്കുവാനല്ല. ചില പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ദൈവത്തിന് നമ്മളെ പണിതെടുക്കാന്, നമ്മെ ഉപയോഗിക്കാനുണ്ട്. ഇപ്പൊ ഇന്ന് ഷൈനി സിസ്റ്ററിന് നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രികള്. ഒരു കാലത്ത് ഞാൻ പറഞ്ഞു, ഭർത്താവിന്റെ കള്ളുകൂടി മാറാൻ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഓടി നടന്ന് പല ദേവദാസന്മാരുടെ മുന്നിലും കരഞ്ഞും നിരോളിച്ചും മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച ഒത്തിരി സമയമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഓർക്കുക, എന്തിനായിരുന്നു ദൈവം എന്നെ പ്രശ്നത്തിൽ കൂടി കൊണ്ടുവന്നത്? എന്തിനായിരുന്നു വലിയ പ്രതിസന്ധിയിൽ കൂടെ നടത്തിവിട്ടത്? ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നമ്മെ പണിതെടുക്കാന്, നമ്മെ പുറത്തു കൊണ്ടുവരാന്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ആ വിഷയം തന്നില്ലായിരുന്നു എങ്കില് ഞാൻ എന്റെ കർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുകയില്ലായിരുന്നു. ആ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോയില്ലായിരുന്നു എങ്കില് ഒരിക്കലും എന്റെ കർത്താവിന്റെ സ്നേഹത്തെ എനിക്ക് അറിയുവാൻ കഴിയില്ല. അപ്പോൾ ഈ വിഷയത്തിലൂടെ കടത്തിവിടുന്നത് നമ്മെ തകർക്കുവാനല്ല, നമ്മെ പണിതെടുക്കാനാ. കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. ഈ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ ഈ ഭൂമിയിൽ വന്നത്. അങ്ങനെയെങ്കിൽ നമ്മളും പറയണം, പ്രിയപ്പെട്ടവരെ, എന്റെ യേശുവിന്റെ ഇഷ്ടം ചെയ്യുവാനാ നമ്മെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത്. ദാവീദിനെ കുറിച്ച് പറയുന്നത് എന്താ? ഹൃദയപ്രകാരമുള്ള, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാ പറയുന്നത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുന്ന ഒരാള്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരാള്. അങ്ങനെ നമുക്കായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളിപ്പോഴും നമ്മുടെ സ്വാർത്ഥമായ ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ നമ്മളിപ്പോഴും ജീവിക്കുന്നത്? എന്റെ ജീവിതം സേഫ് ആകണം, എന്റെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം, എന്റെ കുടുംബത്തിന്റെ ഇഷ്ടം, ഞങ്ങളുടെ സ്വപ്നം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പലപ്പോഴും ഓടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാ നാം ഇപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം നിന്നിട്ടുണ്ട്. എന്താണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മളെ കുറിച്ചുണ്ടായിരുന്ന ഉദ്ദേശം എന്താ? ആ ഇഷ്ടം എന്താണ്? ദാനിയേലിനെ കുറിച്ച് പറയുന്ന ഉത്കൃഷ്ട മാനസൻ എന്നാ പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, യേശു കർത്താവ് പലരെ കുറിച്ചും പറയുന്നുണ്ട്, ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടെന്ന്. സഹിത്വം എന്ന് പറഞ്ഞാൽ സ്വകാര്യം പറയുന്ന, രഹസ്യം പറയുന്ന, അതായത് ദൈവം രഹസ്യം പറയുന്ന ഭക്തന്മാരുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പദവികൾ നമുക്കുണ്ടോ? ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന അനുഭവമുണ്ടോ? ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനോ, നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ നിറവേറലിന് വേണ്ടിയോ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ലഭിക്കുവാനോ ആയിരിക്കരുത്. ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള, കർത്താവ് എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, യേശുവിന് എന്തൊക്കെയോ നമ്മെക്കുറിച്ച് ഇനിയും ചെയ്യുവാനുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യുവാനുണ്ട്. അത് ചെയ്യുവാനായിട്ട് നമ്മളെ ഇന്ന് ഉരച്ച് തേച്ച് മിനുക്കി എടുക്കുവാനാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് അവളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി ഇടപെടുമെന്നാ പറഞ്ഞ്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്കും സ്ഥാനമില്ല, അവിടെ ആശ്വസിക്കാനൊന്നുമില്ല, ആരും കൂട്ടിനുണ്ടാവുന്നില്ല, നമുക്ക് ദാഹിച്ചാൽ പോലും ഒരു തുള്ളി വെള്ളമില്ല, വിശപ്പിന് ഭക്ഷണം പോലും ഇല്ല. അങ്ങനെയെങ്കിൽ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആത്മീയ ജീവിത യാത്രയും അങ്ങനെയാ. സാഹചര്യങ്ങൾ അനുകൂലമല്ല, ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ അവിടെ പറയുക, ആ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, ഹൃദ്യമായി സംസാരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന ഏകാന്തതയും, ഇന്ന് നാം അനുഭവിക്കുന്ന ഒറ്റപ്പെടലും, ഇന്ന് നാം അനുഭവിക്കുന്ന മരുഭൂ സമാനമായ വേദനകളും, ഇന്ന് നാം കടന്നു പോകുന്ന മരുഭൂമിയുടെ അവസ്ഥയും
നമ്മെ തകർക്കുവാനല്ല, ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് ഈ മരുഭൂമിയിലെ ഒറ്റപ്പെടലിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. കർത്താവിന്റെ ഹൃദയപ്രകാരം, കർത്താവിന്റെ ഇഷ്ടത്തിന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിലെ മരുഭൂമിയും ഏകാന്തതയും നിരാശയും ഒറ്റപ്പെടലും ഒക്കെ നമ്മെ തകർത്ത് കളയാനല്ല, ദൈവത്തിന് നമ്മെ ഒറ്റയ്ക്ക് കിട്ടണം. ദൈവത്തിന് നമ്മെ ഒറ്റയ്ക്ക് കിട്ടണം. അത് തന്നെയല്ലേ യാക്കോബിന്റെ ജീവിതത്തിലും. യാക്കോബ് നോക്കിയേ, യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉപായി എന്ന. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി. പക്ഷേ ഉപായിയായ യാക്കോബിന് ദൈവത്തിന് ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. അതുകൊണ്ടാണ് യാബോക്ക് കടവിൽ വെച്ച് തനിക്കുള്ളതിനെ എല്ലാം അക്കരെ കടത്തിയ ശേഷം യാക്കോബിന് ദൈവത്തിന് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ദൈവം അവിടെ പറയാ, യാക്കോബിനോട് അവിടെ ഒരു മൽപ്പിടുത്തം ദൂതൻ നടത്തിയ. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ദൂതനോട് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നിട്ടും അവിടെ വെച്ച് ചോദിക്കും, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചതിന് യാക്കോബ് എന്നാ പറയുന്നത്. എന്നിട്ടും അവൻ അവനെ വെളിപ്പെടുത്തുവാൻ തയ്യാറില്ല. എന്നാൽ അവൻ സമ്മതിച്ചു. അവൻ യാക്കോബാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒത്തിരി ഉപായത്തരങ്ങളും വേലത്തരങ്ങളും എല്ലാം ഉണ്ടായിരുന്ന അവൻ തന്നെ സമ്മതിച്ചപ്പോൾ ദൈവം പറയുക, ഇനി നിന്നെ ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളെയും അറിയുന്ന ഒരു കർത്താവ് നമ്മളോടും ചോദിക്കുന്നു, നീ ആരാണ്? നിന്റെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി എന്താണ്? നാം ആരാണ്? നാം എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ പൊസിഷൻ എന്താണ്? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ റിയലി നമ്മൾ ആരാണ്? ഇത് ദൈവത്തോട് നമ്മളൊന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം നോക്കിയേ, ഒരു തലമുറയെ അതിലൂടെ പഠിപ്പിക്കുക. യാക്കോബ് എന്ന വ്യക്തിയെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം അവിടെ യാക്കോബിനെ പണിതെടുക്കുക. അങ്ങനെയെങ്കിൽ ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം, എന്താ, പ്രാർത്ഥനയുടെ ഒരു മൽപ്പിടുത്തം. അവിടെ യാക്കോബ് ദൂതനുമായിട്ട് മൽപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ മൽപ്പിടുത്തമാണ് പറയുന്നത്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തണം. ദൈവത്തോട് പറയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്താണോ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ട് അതൊരു നനഞ്ഞ മൽപ്പിടുത്തമല്ല, നനഞ്ഞ കണ്ണിന്റെ അല്ല, ഉണങ്ങിയ കണ്ണുനീരല്ല. ഇവിടെ നനഞ്ഞ കണ്ണുനീർത്തടത്തോടെ, നനഞ്ഞ കണ്ണുനീരോടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കാതിരിക്കുകയില്ല. യാക്കോബ് പറയും, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല എന്ന് പറയുന്ന യാക്കോബിന് വേണ്ടി അവിടെ പറയുന്നുണ്ട്. ദൂതൻ യാക്കോബ് ഒരു സ്വപ്നം കാണുകയാ. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി അവിടെ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്നാ പറഞ്ഞത്. കയറുകയും ഇറങ്ങിയല്ല, കയറി അല്ല പറഞ്ഞത്, കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, കയറുക എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇറങ്ങി വന്ന ദൂതനെ കയറിപ്പോകാൻ പറ്റുള്ളൂ. അപ്പൊ യാക്കോബിന്റെ അടുത്ത് എങ്ങനെയാ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, യാക്കോബ് വരുന്നതിന് മുൻപേ തന്നെ അവിടെ ഒരു ദൂതനെ ദൈവം അവിടെ അയച്ചു എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നാം കടന്നു പോകുമ്പോൾ, ചില പ്രശ്നങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒറ്റപ്പെടുന്ന ചില മേഖലകൾ ഉണ്ടാകാം. ജീവിതത്തിന്റെ ചില മേഖലകളിൽ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാകുന്ന മേഖലകൾ ഉണ്ടാകാം. ആരൊക്കെ കൂട്ടിനുണ്ടെന്ന് പറഞ്ഞാലും ആരുമില്ലാത്ത ചില വേദനയുടെ അനുഭവങ്ങൾ നമുക്ക് ഒറ്റയ്ക്കാവുന്ന മേഖലകളും ഉണ്ടാകാം. എന്നാൽ നാം അവിടെ ഭാരപ്പെടരുത്. അവിടെ നോക്കി, നാം ഇവിടെ ഒരു പ്രതിസന്ധിയിൽ എത്തുമെന്നും നാം അവിടെ ഒറ്റയ്ക്കാകുമെന്നും നാം ചില പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് അറിയാവുന്ന ദൈവം നമുക്ക് മുന്നേ തന്നെ അവിടെ ഒരു ദൂതനെ ഇറക്കിയിട്ടുണ്ട്. അതാ ദൂതൻ കയറുകയും ഇറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യാക്കോബ് അവിടെ എത്തുമെന്നും യാക്കോബ് അവിടെ ഒറ്റയ്ക്കാകുമെന്ന് അറിയാവുന്ന ദൈവം യാക്കോബ് എത്തുന്നതിന് മുൻപേ അവിടെ ഒരു ദൂതനെ എത്തിയെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പല മേഖലകളിലും ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുള്ളവരാ. ജീവിതത്തിന്റെ ചില മേഖലകളിൽ നമ്മൾ അതിയായ വേദനയിലൂടെ നാം കടന്നു പോയിട്ടുള്ളവരാ. നാം എന്തുകൊണ്ടാണ് തകർന്നു പോകാത്തത്? ചില പ്രശ്നത്തിലൂടെ നാം കടന്നു പോയപ്പോൾ എന്തുകൊണ്ടാണ് നാം തകർന്നു പോകാതിരുന്നത്? ദൈവം ചില ദൂതനെ അവിടെ അയച്ചിട്ടുണ്ട്. നമുക്ക് മുന്നേ ചില ദൂതൻ അവിടെ ഇറങ്ങിയത് കൊണ്ടാ ചില വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മെ തകർത്ത് കളയാതെ, നാം അവിടെ തകർന്നു പോകാതെ നാം ഇപ്പോഴും നിൽക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാവോ? നമ്മുടെ പ്രശ്നത്തിന് മുന്നേ ദൈവം ദൂതനെ അവിടെ നമ്മളെ കരുതിയ വിധങ്ങൾ നാം മറന്നു പോകരുത്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ എത്രയോ അനുഭവങ്ങൾ, മരണകരമായ അനുഭവങ്ങൾ, നമ്മളെ തകർന്നു പോകാവുന്ന അനുഭവങ്ങൾ, നിരാശപ്പെടാവുന്ന അനുഭവങ്ങൾ, മനസ്സ് തെറ്റിപ്പോകാവുന്ന അനുഭവങ്ങൾ, എത്രയോ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെയെല്ലാം നാം തകർന്നു പോകാതിരുന്നത് ദൈവം ദൂതനെ കരുതിയോണ്ട. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇവിടെ പറയുന്നു, യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ യേശുവിന് ക്ഷീണിച്ചു, നട്ടുച്ച സമയമായിരുന്നു. അവിടെ പിന്നെ അടുത്ത് പറയുന്നുണ്ട്, യേശു ശിഷ്യന്മാരെ എല്ലാം ഭക്ഷണം കരുതാൻ
അവിടെ പോയി. അതായത് ഈ 12 ശിഷ്യന്മാരെ ഒരെണ്ണം പോലും യേശുവിന്റെ കൂടെ നിന്നില്ല. എല്ലാവരും യേശുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ ഒരാൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ എല്ലാവരും പോയെന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിലും നമ്മുടെ മിനിസ്ട്രിയിലും പലരും നമ്മളോട് പറയാം, കൂടെ കാണും, നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പലരും നമ്മളോട് പറയാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മുടെ കൂടെ കാണത്തില്ല. കർത്താവ് അനുഭവിച്ച പോലെ തന്നെ നമ്മുടെ ശുശ്രൂഷയുടെ മേഖലയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില ഒറ്റപ്പെടലിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. എന്നാൽ അവിടെയൊന്നും നാം നിരാശപ്പെട്ടു പോകരുത്. അവിടെയൊന്നും നാം വേദനപ്പെട്ടു പോകരുത്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനുള്ള സമയമായി. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികളുണ്ട്. ജീവിതത്തിന്റെ ചില മേഖലയിൽ, ശുശ്രൂഷയിൽ, നമ്മുടെ യാത്രയിൽ ഒറ്റപ്പെടലുകളും വേദനകളും നിരാശകളും വരുമ്പോഴും തകർന്നു പോകരുത്. അവിടെ പറയണം, കർത്താവേ എന്നെ ഉപയോഗിക്കണമേ. എന്തിനാണ് എന്നെ ഈ പ്രശ്നത്തിലൂടെ കടത്തിവിട്ടത്? എന്തിനാണ് ഈ വിഷയത്തിലൂടെ എന്നെ കടത്തിവിട്ടത്? ആ ഉദ്ദേശം ദൈവം എന്നിലൂടെ ചെയ്തെടുക്കണമേ എന്ന് നാം പറയണം. അടുത്തത്, യേശു ശമരിയ പട്ടണത്തിൽ കടന്നു ചെന്നപ്പോൾ ഒരു ശമരിയ സ്ത്രീ അവിടെ കടന്നു വരികയാണ്. ഞാൻ എന്റെ കുറിവാക്യത്തിലേക്ക് വേഗത്തിൽ വരാനാണ് താല്പര്യപ്പെടുന്നത്. ശമരിയ സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ് 24, 25 ഒക്കെ വാക്യങ്ങളിൽ അവിടെ ഉണ്ട്. യേശുവുമായിട്ട് ഈ സ്ത്രീ സംസാരിക്കുക. അപ്പൊ യേശു ഇവളോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ വിളിച്ച് വരാൻ പറഞ്ഞപ്പോൾ അവള് ഭർത്താവില്ല. അതൊക്കെ നമുക്കറിയാം. അന്നേരം യേശു പറഞ്ഞു, ഇപ്പോഴുള്ളവന് നിന്റെ ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ് ശമരിയ സ്ത്രീയുമായിട്ട് യേശു സംസാരിച്ചപ്പോൾ ഇവൾ ഉടനെ പറയുക, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. കാരണം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഇതുവരെ ആർക്കും വെളിപ്പെട്ട് കാണാതിരുന്ന അവളുടെ രഹസ്യ സ്വഭാവത്തെ വരെ യേശു യേശു വെളിപ്പെടുത്തി. അവൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവളുടെ വിഷയത്തെ ആരും മറച്ചു വെച്ചിരുന്നപ്പോൾ, എല്ലാവരും മറച്ചു വെച്ചിരുന്നപ്പോൾ നോക്കിയേ, യേശു അവളുമായിട്ട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നോക്കിയേ, യേശു എന്തിനാ ഒറ്റയ്ക്കായത്? നമ്മുടെ ഒരു പാപം ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു കുറവുണ്ടെങ്കിൽ മനുഷ്യൻ നാട് നീളം പറഞ്ഞു കിടക്കും. എന്നാൽ ഈ ശമരിയ സ്ത്രീ ചെയ്ത പാപം യേശു ലോകക്കാരെ മൊത്തം അറിയിക്കില്ല. യേശു അവളുമായി മാത്രം സംസാരിച്ച്, അവളുമായി മാത്രം പറഞ്ഞ് ക്രമീകരിക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഒരു വെളിപ്പാട് കിട്ടി. അവൾ പറയുക, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞ നീ ശരി, 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവനോട് പറയാ, യേശു പറയാ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ പ്രിയപ്പെട്ട, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇവൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കൊണ്ടാണ് ഇവൾ അടുത്ത വിവാഹത്തിനും ഇവൾ നിന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇവളുടെ കുടുംബ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവൾ ഭർത്താവിനെ തെരഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക, നാം ക്രിസ്തുവിൽ ഇതുവരെയായിരുന്നിട്ട് നാം സംതൃപ്തരാണോ? ക്രിസ്തുവിനെ ധരിച്ച നമ്മുടെ ജീവിതം സംതൃപ്തമായ ജീവിതമാണോ? ഈ ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചവരായ നമ്മുടെ ജീവിതം സംതൃപ്തമായ ഒരു ജീവിതമാണോ? അല്ലെങ്കിൽ നിരാശ, ഇന്നും പരിഭവങ്ങളും വേദനകളും, ചെറിയ കാര്യത്തിന് വരെ പരിഭവങ്ങൾ പറഞ്ഞു, വേദനകൾ പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽ പറയാം, നാം ക്രിസ്തുവിനെ ധരിച്ചവരാണോ? നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ മാറട്ടെ. അവിടെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ നിരാശകൾ മാറട്ടെ. സംതൃപ്തമായ ഒരു ജീവിതം, ക്രിസ്തുയേശുവിലുള്ളവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് കർത്താവാ. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ, പ്രശ്നങ്ങളിലും എല്ലാം എന്നെ കൈവിടാത്തൊരു കർത്താവുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ പറയാ. ഇവിടെ ഈ ശമരിയ സ്ത്രീ പറയും, നീ ഒരു പ്രവാചകൻ, നീ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നു. ഞാൻ അറിയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്, അത് ഞാൻ വാക്കുകൾ വായിക്കുന്നില്ല. നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു ആരാണെന്നൊരു വെളിപ്പാട് ഇവളുടെ ജീവിതത്തിൽ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ആരാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം പിന്നെ അടങ്ങിയിരിക്കരുത്. ക്രിസ്തുവിനെ എന്തിനാണ് നമ്മൾ ക്രിസ്തുവിനെ വിളിച്ചത്? ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ രുചിച്ചറിഞ്ഞ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചാൽ അടങ്ങിയിരിക്കരുത്. അവിടെ ഉടനെ ആ സ്ത്രീ ചെയ്തത്, ശമരിയ സ്ത്രീ, വെള്ളം കോരാൻ വന്ന ശമരിയ സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് അന്നേരം തന്നെ പട്ടണത്തിലേക്ക് ഓടിയെന്ന, ക്രിസ്തു ആരാണെന്നുള്ള ഒരു വെളിപ്പാട് ഇവളുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവൾ പട്ടണത്തിലേക്ക് ഓടി. ശമരിയ പട്ടണത്തെ മുഴുവൻ, അതായത് ദീർഘവർഷങ്ങൾ യഹൂദ ജനം അറയ്ക്കപ്പെട്ടിരുന്ന, മാറ്റി നിർത്തപ്പെട്ടിരുന്ന, അവഗണിക്കപ്പെട്ടിരുന്ന ശമരിയ പട്ടണത്തെ മനുഷ്യൻ മാറ്റി നിർത്തിയ ശമരിയ സ്ത്രീയിലൂടെ ദൈവത്തിന് വീണ്ടെടുക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, നമ്മൾ അനുഭവിക്കുന്ന അവഗണനകൾ, നമ്മൾ കടന്നുപോയ വേദനകൾ, ഇതൊന്നും നമ്മെ ഒറ്റപ്പെടുത്തുവാനല്ല, നമ്മെ തകർക്കുവാനല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഈ ശമരിയ സ്ത്രീയെ ദൈവം ഉപയോഗിച്ചതുപോലെ മനുഷ്യൻ മാറ്റി നിർത്തിയ, മനുഷ്യൻ അറയ്ക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ദൈവം നമ്മെ പുറത്തെടുത്തപ്പോൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാനാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുക,
അവിടെ പറയുന്നു, അവളുടെ വാക്ക് കേട്ട് ശമരിയ പട്ടണം മൊത്തം മുഴുവൻ കർത്താവിലേക്ക് മടങ്ങി വരിക. എന്നാൽ അടുത്ത വാക്ക് യേശു കർത്താവ് പറയുന്നുണ്ട്, രക്ഷ യഹൂദന് മാത്രമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് യേശു പറയാ, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോഴോ വന്നിരിക്കുന്നു, ഇപ്പോഴോ വന്നിരിക്കുന്നു. എന്റെ വാക്കുകളെ ചുരുക്കുക, യേശു തന്നെ പറയാ, ഇപ്പോഴോ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പഴയ നിയമകാലത്ത് ആണ്ടിലൊരിക്കൽ പുരോഹിതന്മാർ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആണ്ടിലൊരിക്കൽ വിശുദ്ധ സ്ഥലത്ത് കയറി ജനങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരം നടത്തിയിരുന്നു അന്ന്. എന്നാൽ യേശു കർത്താവിന്റെ വരോട് ഇപ്പോഴോ വന്നിരിക്കുന്നു, ആ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശു പറയുക ആ നാഴിക വരാൻ സമയമായി. കാരണം യേശു മനുഷ്യന് വേണ്ടി പാപത്തിന് യാഗമായി തീരുമ്പോൾ ഈ മനുഷ്യൻ വെച്ചിരുന്ന വേർപാടിന്റെ നടിച്ചുവര്, ഈ മനുഷ്യന്, ജനത്തെയും പുരോഹിതന്റെയും ആ വിശുദ്ധ സ്ഥലത്തെയും മറച്ചിരുന്ന ആ മറച്ചിരുന്ന തിരശീല യേശുവിന്റെ വരവോടുകൂടി മേൽതൊട്ട് അടിയോളം കീറി അതിന്റെ വേർപാടിന്റെ നടിച്ചുവരിനെ മാറ്റിയിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വരവിലൂടെ വേർപാടുകളുടെ നടിച്ചുവരെ മാറ്റി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബന്ധത്തിൽ യേശുവിനെ, അതാ പറയുന്നത്, യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാവുന്ന ഒരു പാതയാണ് യേശു ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു അങ്ങോട്ട് കടന്നു എന്ന് ആ പ്രശ്നത്തിന് പരിഹാരം വന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വന്നിരിക്കുന്നു, അതിപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ സൂമിലിരിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് ആ ദൈവസ്നേഹം ഇറങ്ങട്ടെ. ഒരു ഭക്തൻ എവിടെ ഇരിക്കുന്നു എന്നല്ല, ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും അവനവന്റെ വീടുകളിലായിരിക്കുന്നത്, എന്നാൽ ആ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ആ സമയം, ഇപ്പോഴാണ് ആ സമയം. ഒരു ഭക്തൻ എവിടെ ഇരുന്ന് ആരാധിക്കുന്നു അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് ഇട്ടപ്പോൾ അവിടേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം, ആകാശം ഭൂമിക്ക് മീതെ ചാഞ്ഞിറങ്ങി വന്നതുപോലെ ഇന്ന് ഇരിക്കുന്ന ഇടത്തിലേക്ക്, പ്രിയ ബീനി സിസ്റ്റർ ഉണ്ട്, പ്രിയ ഫിലോമിനി സിസ്റ്റർ ഉണ്ട്, പ്രിയ ഷൈനി സിസ്റ്റർ ഉണ്ട്, നമ്മൾ ഇരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരുന്ന, ഏത് വിഷയത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്, ആ വിഷയത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ മറുപടി തരുന്ന, നമുക്ക് മറുപടി തരുന്ന ആ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ നാഴിക ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തില്, നിങ്ങൾ ദൈവത്തോട് പറയുന്ന വിഷയത്തില് മറുപടി തരുന്ന ഒരു സമയം, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയം. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയ, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ദൈവം നമ്മളെ പ്രശ്നത്തിലൂടെ കടത്തിവിട്ടത്? നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി തരുന്ന, നമ്മുടെ വിഷയത്തിലൂടെ നമ്മളെ കടത്തുമ്പോൾ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല ആ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, ദൈവം നമ്മെ കാണുന്ന, ഇത്രമാത്രം പ്രശ്നത്തിലൂടെ കടത്തിവിട്ടിട്ടും ഇന്ന് എല്ലാവർക്കും പല പല മേഖലകളുണ്ട്, പല പല കാര്യങ്ങൾ നടത്താം. പക്ഷേ ഈ സൂമിലൂടെ വന്നിരുന്ന് 1 മണിക്കൂർ സമയം ഇരിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ 1 മണിക്കൂർ വലിയ സമയങ്ങളത്. അതെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവവചനം കേൾക്കാനും ദൈവത്തിന് വിധേയപ്പെട്ട് ഇരിക്കാനും നമ്മൾ കാണിച്ചെങ്കിൽ അതിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ വിഷയത്തിന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു കടന്നു പോകേണ്ടി വന്നതല്ല, യേശു അതിലെ കടന്നു പോയതാ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തില് ചില വിഷയത്തിലൂടെ നമ്മെ കടത്തി വിട്ടതല്ല, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവം എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുക. ഈ ചിന്തകളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ, എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രിയ ഷൈനി സിസ്റ്ററോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റ് സിസ്റ്റേഴ്സ് എല്ലാവരോടും ഒരിക്കൽ കൂടെ എന്റെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക്